ആകാശവാണി വാർത്താ വീക്ഷണം. ആത്മനിർഭർ ഭാരതത്തിന് കരുത്തു പകർന്ന് പുതിയ തൊഴിൽ നിയമങ്ങൾ തയ്യാറാക്കിയത് കെ.സി. അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയൽ. ഇന്ത്യയിലെ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്ന 4 തൊഴിൽ നിയമ സംഹിതകൾ നവംബർ 21 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ഈ നിയമങ്ങൾ രാജ്യത്തിന്റെ വികസന യാത്രയിൽ സുപ്രധാന വഴിത്തിരിവാവുകയാണ്. ലിംഗവിവേചനം നിയമപരമായി നിരോധിച്ച് തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. കരാർ ജീവനക്കാരുടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവരുടെയും ഉൾപ്പെടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. വേതനം, സാമൂഹിക സുരക്ഷ, തൊഴിലിടത്തിലെ സുരക്ഷ, ആരോഗ്യ തൊഴിൽ സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ അടക്കമാണ് പുതിയ നിയമം ഉറപ്പുവരുത്തുന്നത്. വേതന കോഡ് 2019, വ്യാവസായിക ബന്ധ കോഡ് 2020, സാമൂഹിക സുരക്ഷാ കോഡ് 2020, തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യം എന്നിവ സംബന്ധിച്ച കോഡ് 2020 എന്നിങ്ങനെ 4 നിയമ സംഹിതകളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ ഇതുവരെ വേർതിരിച്ചു നിന്നിരുന്ന 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ഒരു ഏകീകൃത ചട്ടക്കൂടിലേക്ക് മാറി. തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുകയും കാര്യക്ഷമമാക്കുകയും തൊഴിൽ സൌഹൃദവും നിക്ഷേപ സൌഹൃദവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പരിവർത്തനാത്മക നടപടിയായാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് ഇതിനെ വിലയിരുത്തുന്നത്. തൊഴിൽ നിയന്ത്രണങ്ങളിൽ ആധുനികവൽക്കരണം സാധ്യമാക്കുകയും തൊഴിലാളിക്ഷേമം ശക്തിപ്പെടുത്തുകയും മാറ്റത്തിന് വിധേയമായ തൊഴിൽ ലോകവുമായി സമകാലിക തൊഴിലവസരങ്ങളെ സമന്വയിപ്പിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ആത്മനിർഭർ ഭാരത് ആശയങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഭാവി ഭദ്രമായ തൊഴിൽ വ്യവസ്ഥയ്ക്കും ശക്തമായ വ്യാവസായിക പരിതസ്ഥിതിക്കും സുദൃഢമായ അടിത്തറ പാകുന്നവയാണ് ഈ നിയമപരിഷ്കാരങ്ങൾ. സമ്പദ് വ്യവസ്ഥയും തൊഴിൽ വിപണിയും ഇന്നത്തേതിനേക്കാൾ അടിസ്ഥാനപരമായി വ്യത്യസ്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് സ്വാതന്ത്ര്യത്തിനു മുൻപും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന്റെ ആദ്യ ദശകങ്ങളിലും രൂപീകരിക്കപ്പെട്ടതാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം തൊഴിൽ നിയമങ്ങളും. കൃത്യമായി പറഞ്ഞാൽ 1930, 1950 വർഷങ്ങളിൽ ലോകത്തെ മിക്ക പ്രധാന സമ്പദ് വ്യവസ്ഥകളും സ്വന്തം തൊഴിൽ നിയമങ്ങളെ ആധുനിക ആവശ്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കുകയും ഏകീകരിക്കുകയും ചെയ്തപ്പോൾ 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വിഘടിച്ചതും സങ്കീർണവും പലയിടത്തും കാലഹരണപ്പെട്ടതുമായ വ്യവസ്ഥകൾക്ക് കീഴിലാണ് ഇന്ത്യ തുടർന്നും പ്രവർത്തിച്ചതെന്നും തൊഴിൽ ഉദ്യോഗ മന്ത്രാലയം സൂചിപ്പിക്കുന്നു. ഇതിനുള്ള പരിഹാരമാണ് പുതിയ നിയമങ്ങൾ. പരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള നിലവിലെ തൊഴിൽ കാലഘട്ടം തൊഴിൽ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കുമാണ് വഴിയൊരുക്കുന്നത്. എല്ലാ തൊഴിലാളികൾക്കും നിയമന കത്തുകൾ നിർബന്ധിതമാക്കുമെന്നതാണ് നിയമത്തിലെ സുപ്രധാന മാറ്റം. രേഖാമൂലമുള്ള തെളിവ് സുതാര്യതയ്ക്കൊപ്പം തൊഴിൽ സുരക്ഷ, തൊഴിൽ സ്ഥിരത എന്നിവ ഉറപ്പാക്കും. ഗിഗ്, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആവശ്യാനുസരണം ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷാ പരിരക്ഷ ലഭിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന ജോലിക്കും ഇത് ബാധകമാണ്. എല്ലാ തൊഴിലാളികളും PF, ESI, ഇൻഷുറൻസ് എന്നിവയുൾപ്പെടെ എല്ലാ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കും അർഹരായിരിക്കും. എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ മിനിമം വേതനം നൽകണം. എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ ശമ്പള വിതരണം നിർബന്ധമാക്കും. മിനിമം വേതനവും സമയബന്ധിതമായ ശമ്പളവും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും. ഷെഡ്യൂൾ ചെയ്ത വ്യവസായങ്ങൾക്കും തൊഴിലുകൾക്കും മാത്രമേ നിലവിൽ മിനിമം വേതനം ബാധകമായിരുന്നുള്ളൂ. വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് വേതന പരിരക്ഷ നിലവിലുണ്ടായിരുന്നില്ല. ഈ സ്ഥിതിക്കാണ് ഇപ്പോൾ ഗുണകരമായ മാറ്റം വരുന്നത്. 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന ലഭ്യമാക്കണം. അതുവഴി സമയബന്ധിതമായ രോഗപ്രതിരോധ ആരോഗ്യ സംരക്ഷണ സംസ്കാരം വളർത്തിയെടുക്കും. ഇനി മുതൽ യഥാസമയം വേതനം നൽകാൻ തൊഴിലുടമകൾ നിർബന്ധിതമാണ്. തൊഴിൽ സേനയിലെ വനിതാ പങ്കാളിത്തം ഏറെ ശ്രദ്ധേയമാണ്. വനിതകൾക്ക് എല്ലാ സ്ഥാപനങ്ങളിലും രാത്രിയിൽ ഉൾപ്പെടെ എല്ലാത്തരം ജോലികളിലും ഏർപ്പെടാൻ അനുവാദമുണ്ട്. അവരുടെ സമ്മതത്തിനും ആവശ്യമായ സുരക്ഷാ നടപടികൾക്കും ഇത് വിധേയമായിരിക്കും. ഉയർന്ന വരുമാനം നേടുന്നതിന് വനിതകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കും. വിശിഷ്യ ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ പരാതി പരിഹാര സമിതികളിൽ നിർബന്ധിത വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ESI പരിരക്ഷ വിജ്ഞാപനം ചെയ്ത മേഖലകളിലും പ്രത്യേക വ്യവസായങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന രീതി മാറുകയാണ്. ESI പരിരക്ഷ ഇനി 10-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് സ്വമേധയായും അപകടകരമായ പ്രക്രിയകളിൽ ഏർപ്പെടുന്ന ഒരു ജീവനക്കാരനെങ്കിലും ഉള്ള സ്ഥാപനങ്ങൾക്ക് നിർബന്ധിതവുമായിരിക്കും. വിവിധ തൊഴിൽ നിയമങ്ങളിലുടനീളം ഒന്നിലധികം രജിസ്ട്രേഷനുകൾ, ലൈസൻസുകൾ, റിട്ടേണുകൾ എന്നതിനു പകരം ഒറ്റ രജിസ്ട്രേഷൻ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒറ്റ ലൈസൻസ്, ഒറ്റ റിട്ടേൺ എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. നിശ്ചിതകാല ജീവനക്കാർക്ക് സ്ഥിരം ജീവനക്കാർ എന്ന നിലയിലുള്ള തുല്യ
വേതനവും വരുമാനവും പരിരക്ഷയും ലഭിക്കും. 1 വർഷത്തെ തുടർ സേവനത്തിന് ശേഷം നിശ്ചിതകാല ജീവനക്കാർ ഗ്രാറ്റുവിറ്റിക്ക് അർഹരായിരിക്കും. കരാർ തൊഴിലാളികൾക്ക് ആരോഗ്യ ആനുകൂല്യങ്ങളും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളും പ്രധാന തൊഴിലുടമ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആശ്രിത പരിരക്ഷ വിപുലീകരിക്കാനും ഉറപ്പാക്കാനും ജീവനക്കാരുടെ കുടുംബ നിർവചനത്തിൽ ഭർതൃപിതാവിനെയും മാതാവിനെയും ഉൾപ്പെടുത്താനുള്ള വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ തൊഴിലാളികൾക്കും 2020 സാമൂഹിക സുരക്ഷാ സംഹിതയിൽ ഉൾപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. തോട്ടം തൊഴിലാളികളെ സാമൂഹിക സുരക്ഷാ കോഡിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. 10ൽ കൂടുതൽ തൊഴിലാളികളോ 5 ഹെക്ടറോ അതിൽ കൂടുതലോ ഉള്ള തോട്ടങ്ങൾക്ക് തൊഴിൽ കോഡുകൾ ബാധകമാണ്. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ, ഖനി, അപകടകരമായ വ്യവസായങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഡോക്ക്, കയറ്റുമതി തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കും പുതിയ നിയമങ്ങളിലെ ആനുകൂല്യങ്ങൾ ബാധകമാണ്. കോഡുകൾക്ക് കീഴിലുള്ള അനുബന്ധ നിയമങ്ങൾ, ചട്ടങ്ങൾ, പദ്ധതികൾ മുതലായവ രൂപപ്പെടുത്തുന്നതിൽ സർക്കാർ പൊതുജനങ്ങളുടെയും വിവിധ പങ്കാളികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 4 തൊഴിൽ നിയമ സംഹിതകൾ നടപ്പിലാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. സ്വാതന്ത്ര്യാനന്തരമുള്ള ഏറ്റവും സമഗ്രവും പുരോഗമനപരവുമായ തൊഴിൽ സൌഹൃദ പരിഷ്കാരങ്ങളിലൊന്നാണ് ഇതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഈ പരിഷ്കാരങ്ങൾ തൊഴിലാളികളെ വലിയ തോതിൽ ശാക്തീകരിക്കുന്നതിനൊപ്പം നിയമപാലനം ലളിതമാക്കുകയും ബുദ്ധിമുട്ടില്ലാതെ ബിസിനസ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സാർവത്രിക സാമൂഹിക സുരക്ഷ, സമയബന്ധിതമായ വേതനം, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, ജനങ്ങൾക്ക് പ്രത്യേകിച്ചും നാരീശക്തിക്കും യുവശക്തിക്കും പ്രതിഫലദായകമായ അവസരങ്ങൾ എന്നിവയ്ക്ക് ശക്തമായ അടിത്തറയായി 4 തൊഴിൽ നിയമങ്ങൾ നിലകൊള്ളുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ പരിഷ്കാരങ്ങൾ വഴി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആവാസ വ്യവസ്ഥ സംജാതമാകും. അവ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഉൽപാദനക്ഷമത ഉയർത്തുകയും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തൊഴിൽ ചട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിലൂടെയും തൊഴിലാളികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിലൂടെയും തൊഴിലിടത്തിലെ സാഹചര്യങ്ങളെ മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യങ്ങളുമായി സംയോജിപ്പിക്കാനാകുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ആത്മനിർഭർ ഭാരതിനായുള്ള തൊഴിൽ പരിഷ്കാരങ്ങൾക്ക് ഇത് ഊർജം നൽകും. ഭാവിക്കു വേണ്ടി സജ്ജമായ ഒരു തൊഴിൽ ശക്തിക്കും കൂടുതൽ മികവാർന്ന വ്യവസായങ്ങൾക്കും ഈ സുപ്രധാന നീക്കം അടിത്തറ പാകുന്നുവെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ പരിഷ്കരണ നിയമങ്ങൾ ഔപചാരികവും അനൌപചാരികവുമായ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുടെ വ്യാപനത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദാനമാണ്. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾക്കും വികാസത്തിനും അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ തൊഴിൽ നിയമ സംഹിതകൾ സംയുക്തമായി ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങളെ ഏകീകരിക്കുകയും ലളിതമാക്കുകയും ആധുനീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തൊഴിലാളികളെയും തൊഴിൽ സംരംഭങ്ങളെയും ശാക്തീകരിക്കുന്നു. സുരക്ഷിതവും ഉൽപാദനക്ഷമവുമായ തൊഴിൽ ശക്തി വളർത്തിയെടുത്ത് മത്സരാധിഷ്ഠിതവും പ്രതിരോധശേഷിയുള്ളതും സ്വാശ്രയവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഈ പരിഷ്കാരങ്ങൾ വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ തൊഴിൽ നിയമങ്ങളിലും വേതനത്തിന്റെ ഒരു ഏകീകൃത നിർവചനം ഇപ്പോൾ ബാധകമാണ്. ആനുകൂല്യങ്ങൾ കണക്കാക്കുന്ന രീതി പുനർരൂപകൽപ്പന ചെയ്യുന്നു. ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് ഗ്രാറ്റുവിറ്റി. കഴിഞ്ഞ 10 വർഷക്കാലം സാമൂഹിക സുരക്ഷാ വ്യവസ്ഥയിൽ ഇന്ത്യ വൻ പുരോഗതി കൈവരിച്ചു. 2015 കേവലം 19% തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ പരിരക്ഷ 2025 64% ഉയർന്നു. രാജ്യത്തിന്റെ തൊഴിൽ ശക്തിയുടെ സംരക്ഷണം വിപുലീകരിക്കാനുള്ള ഉദ്യമങ്ങൾ ആഗോള അംഗീകാരം നേടി. ഈ നേട്ടങ്ങളുടെ തുടർച്ചയെന്നോണം 4 തൊഴിൽ സംഹിതകൾ പ്രാബല്യത്തിൽ വരുന്നത് സാമൂഹിക പരിരക്ഷയെ ശക്തിപ്പെടുത്തുന്ന സുപ്രധാന ഘട്ടമാണ്. ഈ സംഹിതകൾ സാമൂഹിക സുരക്ഷാ ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലെ തൊഴിൽ മേഖലകളിൽ ആനുകൂല്യങ്ങളും രാജ്യവ്യാപകമായ പോർട്ടബിലിറ്റിയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. തൊഴിലാളികൾക്കും വനിതകൾക്കും യുവാക്കൾക്കും അനുകൂലമായ തൊഴിൽ ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇതുവഴി ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ആത്മനിർഭർ ഭാരതത്തിന് കരുത്തു പകർന്ന് പുതിയ തൊഴിൽ നിയമങ്ങൾ.